നമസ്കാരം കൂട്ടുകാരെ, ഓഡിയോ ബുക്ക് ഡെയിലി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഒരു എപ്പിസോഡിൽ തന്നെ പൂർത്തിയാകുന്ന ആവേശം നിറഞ്ഞ ത്രില്ലർ കഥകൾ നിങ്ങളിലേക്കെത്തുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അതിശയിപ്പിക്കുന്ന യുദ്ധകഥകളുമായാണ് വാർ സ്റ്റോറീസ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. യുദ്ധകഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ പുതിയ ചുവടുവെപ്പിന് കട്ടയ്ക്ക് കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരക്കേറിയ ജോലികൾക്കിടയിലും ഏറെ സമയമെടുത്തും കഷ്ടപ്പെട്ടുമാണ് ഓരോ വീഡിയോയുടെയും റെക്കോർഡിംഗും എഡിറ്റിംഗും ഞങ്ങൾ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് വീഡിയോകൾ ദയവായി പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഊർജ്ജം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ബ്രിട്ടീഷ് കപ്പലായ സിറ്റി ഓഫ് എക്സെറ്ററിലെ ക്യാപ്റ്റൻ തന്റെ ദൂരദർശിനിയിലൂടെ നോക്കുമ്പോൾ തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചക്രവാളത്തിൽ ഒരു അജ്ഞാത കപ്പലിന്റെ അഗ്രം കണ്ടു. 1940 മെയ് മാസമായിരുന്നു അത്. നാസി ജർമ്മനി യുദ്ധം പ്രഖ്യാപിച്ചിട്ട് കുറേ നാളുകളായിരുന്നു. സമുദ്രങ്ങളിൽ സഞ്ചരിക്കുന്ന അപകടകാരിയായ ഒരു കപ്പലിനെക്കുറിച്ച് അക്കാലത്ത് ധാരാളം കിംവദന്തികൾ പരന്നിരുന്നു. നാവികർ ഏത് കപ്പലിനെ കണ്ടാലും ഭയത്തോടും സംശയത്തോടും കൂടിയാണ് നോക്കിയിരുന്നത്. എന്നാൽ അരമണിക്കൂറിനു ശേഷം അത് 9400 ടൺ ഭാരമുള്ള ജപ്പാനിലെ കാഷിമാരു എന്ന കപ്പലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ജപ്പാൻ ഒരു നിഷ്പക്ഷ രാജ്യമായതിനാൽ പേടിക്കേണ്ടതില്ലെന്ന് കരുതി ക്യാപ്റ്റൻ ആശ്വസിച്ചു. ആ അജ്ഞാത കപ്പൽ കൂടുതൽ അടുത്തേക്ക് വന്നു. ഒരു ജാപ്പനീസ് സ്ത്രീ അതിന്റെ ഡെക്കിൽ കൈവണ്ടി തള്ളുന്നത് കാണാമായിരുന്നു. ജാപ്പനീസ് തൊപ്പി ധരിച്ച കുറച്ച് പുരുഷന്മാർ ഡെക്ക് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. രണ്ട് കപ്പലുകളും പരസ്പരം കടന്നുപോയി. ആരും സംസാരിക്കാനോ സിഗ്നലുകൾ നൽകാനോ ശ്രമിച്ചില്ല. യഥാർത്ഥത്തിൽ കാഷിമാരു കപ്പലിലെ ആ സ്ത്രീ തള്ളിയിരുന്ന കൈവണ്ടിയിൽ ഒന്നുമുണ്ടായിരുന്നില്ല. ആ സ്ത്രീ സത്യത്തിൽ ഒരു സ്ത്രീയായിരുന്നില്ല. ജാപ്പനീസ് വേഷത്തിൽ കപ്പൽ വൃത്തിയാക്കിയിരുന്നവർ ഫ്രിറ്റ്സ്, കാൾ, ക്ലോസ് തുടങ്ങിയ പേരുകളുള്ള ജർമ്മൻ സൈനികരായിരുന്നു. ആ കപ്പലിനുള്ളിൽ ഏകദേശം 350ഓളം നാവിക സാങ്കേതിക വിദഗ്ധരും സൈനികരും ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പ്ലൈവുഡ് ബോർഡുകൾ ഉപയോഗിച്ച് ജനലുകളും വെന്റിലേറ്ററുകളും വരച്ചു ചേർത്ത് അതൊരു സാധാരണ ജാപ്പനീസ് ചരക്ക് കപ്പലാണെന്ന് തോന്നിപ്പിക്കും വിധം അവർ വേഷം കെട്ടിച്ചിരുന്നു. ആ കപ്പലായിരുന്നു ജർമ്മനിയുടെ ഭീകരമായ രഹസ്യ കപ്പലായ അറ്റ്ലാന്റിസ്. ശത്രുക്കളെ അടിച്ചമർത്താൻ ജർമ്മനി ഇത്തരം നിരവധി കപ്പലുകളെ സമുദ്രത്തിലേക്ക് അയച്ചിരുന്നു. സമുദ്രങ്ങളിൽ കാണുന്ന സഖ്യകക്ഷികളുടെ കപ്പലുകളെ നശിപ്പിക്കുകയും അവരുടെ ചരക്ക് നീക്കവും വാർത്താവിനിമയവും തടസ്സപ്പെടുത്തുകയുമായിരുന്നു ഇവരുടെ ജോലി. ഈ കപ്പലുകളിൽ ഏറ്റവും കുപ്രസിദ്ധമായത് അറ്റ്ലാന്റിസ് ആയിരുന്നു. സഖ്യകക്ഷികളുടെ 136 കപ്പലുകളെ നശിപ്പിച്ച അറ്റ്ലാന്റിസ് അവർക്കൊരു പേടി സ്വപ്നമായിരുന്നു. ജർമ്മനിയിലെ ഹൻസ ലൈൻ എന്ന ചരക്ക് കമ്പനിയുടെ കപ്പലായിരുന്നു ഇത്. ഇതിന്റെ ആദ്യ പേര് ഗോൾഡൻ ഫെൽ എന്നായിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ ഇതിനെ ഒരു യുദ്ധക്കപ്പലാക്കി മാറ്റി. ശത്രുക്കൾക്ക് കാണാൻ കഴിയാത്ത വിധം 6 ഇഞ്ച് വ്യാസമുള്ള 8 പീരങ്കികൾ ഇതിൽ ഘടിപ്പിച്ചു. വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയുന്ന ഒരു വിമാനവും മെഷീൻ ഗണ്ണുകളും ഇതിലുണ്ടായിരുന്നു. കപ്പലുകളെ നശിപ്പിക്കാൻ ടോർപിഡോകൾ വിക്ഷേപിക്കാനുള്ള യൂട്യൂബുകളും ഇതിൽ സജ്ജീകരിച്ചിരുന്നു. മിത്രരാജ്യങ്ങളുടെ കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതയിൽ അവയെ തകർക്കാൻ കടലിൽ ഒഴുകിനടക്കുന്ന മൈനുകളെ വിന്യസിക്കാനായി അറ്റ്ലാന്റിസ് കപ്പലിന്റെ സംഭരണശാലയിൽ പകുതിയോളം മൈനുകൾ നിറച്ചിരുന്നു. ഇതുകൂടാതെ പല രാജ്യങ്ങളുടെ കപ്പലുകളെപ്പോലെ വേഷം മാറാൻ ആവശ്യമായ മുഖംമൂടികളും അവിടെ ധാരാളമായുണ്ടായിരുന്നു. 1940 അസാധാരണനായ നാവിക കമാൻഡർ ബെർണാഡ് റോഗെയുടെ നേതൃത്വത്തിൽ നോർവേ രാജ്യത്തെ തുറമുഖത്തുനിന്ന് ഒരു സോവിയറ്റ് കപ്പലിന്റെ വേഷത്തിൽ അറ്റ്ലാന്റിസ് കപ്പൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് യാത്ര തിരിച്ചു. അക്കാലത്ത് സൂയസ് കനാൽ സാധാരണ ഗതാഗതത്തിന് തുറന്നുകൊടുത്തിരുന്നില്ല. മിത്രരാജ്യങ്ങളുടെ വലിയ ചരക്കുകപ്പലുകളെല്ലാം ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിവേണമായിരുന്നു സഞ്ചരിക്കാൻ. ആ പാതയിൽ വരുന്ന എല്ലാ മിത്രരാജ്യങ്ങളുടെ കപ്പലുകളെയും മുക്കിക്കളയാൻ ക്യാപ്റ്റൻ റോഗയ്ക്ക് ഉത്തരവ് ലഭിച്ചിരുന്നു. ഭൂമധ്യരേഖ ഏപ്രിൽ 16 കടന്നശേഷം അറ്റ്ലാന്റിസ് തന്റെ സോവിയറ്റ് പതാക താഴ്ത്തി ജാപ്പനീസ് പതാക ഉയർത്തി തന്റെ വേഷം ഒരു ജാപ്പനീസ് കപ്പലായി മാറ്റിക്കൊണ്ടു. അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ സിറ്റി ഓഫ് എക്സെറ്റർ കപ്പൽ അതിന് എതിരിലുണ്ടായിരുന്നു. സിറ്റി ഓഫ് എക്സെറ്റർ കപ്പലിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നതിനാൽ ആ കപ്പലിനെ മുക്കിക്കളഞ്ഞാൽ അവിടെയുള്ള അത്രയും പേർക്ക് അഭയം നൽകേണ്ടിവരുമെന്ന് കരുതി അറ്റ്ലാന്റിസ് കമാൻഡർ റോഗെ അതിന്മേൽ ആക്രമണം നടത്താതെ മുന്നോട്ടുപോയി. സിറ്റി ഓഫ് എക്സെറ്റർ അല്പവ്യത്യാസത്തിൽ ജലസമാധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അറ്റ്ലാന്റിസിന്റെ ആക്രമണത്തിന് ആദ്യമായി ഇരയായത് സയന്റിസ്റ്റ് എന്ന ബ്രിട്ടീഷ് കപ്പലായിരുന്നു. അതിന് അറ്റ്ലാന്റിസ് കപ്പലിൽ നിന്ന് റഡാർ ഉപയോഗിക്കാത്ത രീതിയിൽ ആദ്യം ആജ്ഞ അയച്ചു. എന്നാൽ വയർലെസ് അധികാരിക്ക് ഇതൊരു ശത്രു കപ്പലായിരിക്കുമെന്ന് സംശയം തോന്നി. അവസാന നിമിഷം അദ്ദേഹം റഡാർ സിഗ്നൽ വഴി അതിന്റെ ഉറവിടത്തിലേക്ക് ക്യൂ എന്ന രഹസ്യ സന്ദേശം അയച്ചു. ആയുധങ്ങളുള്ള ഒരു ശത്രുകപ്പൽ ഞങ്ങളെ തടഞ്ഞിരിക്കുന്നു എന്നാണ് ഈ രഹസ്യ സന്ദേശത്തിന്റെ അർത്ഥം. അറ്റ്ലാന്റിസ് സയന്റിസ്റ്റ് കപ്പലിന് നേരെ പീരങ്കിയുണ്ടകൾ തൊടുത്തു. സയന്റിസ്റ്റ് കപ്പലിന്റെ മധ്യഭാഗത്ത് തറച്ച പീരങ്കിയുണ്ടകൾ കാരണം ആ കപ്പലിനുള്ളിൽ വെള്ളം കയറാൻ തുടങ്ങി. അതിന്റെ വയർലെസ് മുറി തകർന്നു.
അതിലുണ്ടായിരുന്ന 77 പേരും തോണികളിലേക്ക് ചാടി. സയന്റിസ്റ്റ് ജലസമാധിയായി. അതിന്റെ ജീവനക്കാരിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അത്രയും ആളുകളെയും അറ്റ്ലാന്റിസ് കപ്പലിലേക്ക് യുദ്ധത്തടവുകാരായി പിടിച്ചെടുത്തു. അറ്റ്ലാന്റിസ് ഗുഡ് ഹോപ്പ് മുനമ്പ് കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു. സയന്റിസ്റ്റ് കപ്പലിനെ മുക്കി 2 ആഴ്ചയ്ക്കു ശേഷം ബ്രിട്ടീഷ് സർക്കാർ ഒരു ജർമ്മൻ യുദ്ധക്കപ്പൽ ജാപ്പനീസ് കപ്പലിന്റെ വേഷത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കറങ്ങുന്നുണ്ടെന്ന് എല്ലാ കപ്പലുകൾക്കും റഡാർ മുഖേന മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് അറ്റ്ലാന്റിസ് കപ്പലിനും ലഭിച്ചു. ഉടൻ തന്നെ അറ്റ്ലാന്റിസ് കപ്പലിന്റെ ജാപ്പനീസ് വേഷം മാറ്റി നെതർലാൻഡ്സ് രാജ്യത്തിന്റെ അബിക്വീർക്ക് കപ്പലായി അതിന്റെ രൂപം മാറ്റപ്പെട്ടു. അറ്റ്ലാന്റിസ് കപ്പലിന് ഇരയായി ജലസമാധിയായ 2ാമത്തെ കപ്പലായിരുന്നു നോർവേയുടെ ടിറാന. ഫലസ്തീനിൽ പോരാടിക്കൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ സൈനികർക്ക് ആവശ്യമായ ഭക്ഷണസാധനങ്ങളും ആയുധങ്ങളും അത് കൊണ്ടുപോവുകയായിരുന്നു. അതിനെ ആക്രമിച്ച് കീഴടക്കിയ റോഗ് അതിനെ മുക്കാതെ തടവുകാരെയെല്ലാം അതിൽ നിറച്ച് തന്റെ കപ്പലിനൊപ്പം കൊണ്ടുപോയി. 1 മാസത്തിനുശേഷം അറ്റ്ലാന്റിസ് 3 കപ്പലുകളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുക്കി. തൊട്ടുടുത്ത മാസത്തിൽ അറ്റ്ലാന്റിസിന്റെ വെടിയുണ്ടകൾക്ക് 5 കപ്പലുകൾ ഇരയായി. അറ്റ്ലാന്റിസിന് കീഴടങ്ങിയ കപ്പലുകളിലെ ആളുകളെയെല്ലാം തടവുകാരായി. തങ്ങളുടെ കപ്പലിലേക്ക് കയറ്റിയ ശേഷം കീഴടങ്ങിയ കപ്പലിനെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും അവിടെയുള്ള ഉപയോഗപ്രദമായ എല്ലാ വസ്തുക്കളും എടുത്ത ശേഷം അതിനെ മുക്കിക്കളയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പിടിച്ചെടുക്കുമ്പോൾ പലപ്പോഴും സഖ്യകക്ഷികൾ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് അയച്ചിരുന്ന അതീവ രഹസ്യവിവരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന തിരിച്ചറിയാൻ കഴിയാത്ത ഏത് കപ്പലിനെ കണ്ടാലും റഡാർ വഴി പ്രധാന കേന്ദ്രത്തെ ഉടൻ അറിയിക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിട്ടു. അറ്റ്ലാന്റിസ് കപ്പലിന്റെ ആക്രമണത്തിന് ഇരയായ പല കപ്പലുകൾക്കും മുങ്ങുന്നതിനു മുൻപ് അപകടവിവരങ്ങൾ കൈമാറാൻ സാധിച്ചു. എങ്കിലും ക്യാപ്റ്റൻ റോഗെ നടത്തിയിരുന്ന ഒറ്റയാൾ നാവികയുദ്ധം തടസ്സമില്ലാതെ തുടർന്നു. അവർ കടലിൽ വിതറിയിരുന്ന സമുദ്ര ബോംബുകളിൽ തട്ടി ഒട്ടനവധി സഖ്യകക്ഷിക്കപ്പലുകൾ കടലിൽ താഴ്ന്നു. സമുദ്രത്തിലൂടെയുള്ള ചരക്ക് നീക്കം ഇതോടെ തടസ്സപ്പെട്ടു. അറ്റ്ലാന്റിസ് കപ്പൽ ഇത്രയേറെ കുപ്രസിദ്ധിയാർജിച്ചിരുന്നെങ്കിലും അതിന്റെ ക്യാപ്റ്റൻ അത്യന്തം മാന്യനായ ഒരു സേനാനായകനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം തന്റെ ഓരോ യുദ്ധത്തടവുകാരനെയും യുദ്ധനിയമങ്ങൾക്കനുസൃതമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഏത് രാജ്യക്കാരനായാലും അവരോട് വ്യക്തിപരമായ വിദ്വേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. താൻ ആക്രമിച്ച കപ്പൽ കടലിൽ മുങ്ങുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന എല്ലാവരെയും അദ്ദേഹം സ്വന്തം കപ്പലിലേക്ക് കയറ്റിയിരുന്നു. ഓരോരുത്തർക്കും താമസിക്കാൻ മുറികൾ നൽകിയിരുന്നു. 20 മാസക്കാലം അദ്ദേഹം നടത്തിയ ഒളിപ്പോരിൽ കുറഞ്ഞത് 1000-ലധികം ആളുകൾക്ക് കടലിൽ താഴ്ന്നുപോകാതെ സ്വന്തം കപ്പലിൽ അഭയം നൽകി. തടവുകാർക്ക് പകൽ സമയങ്ങളിൽ കപ്പലിന്റെ തട്ടിൽ സ്വതന്ത്രമായി നടക്കാമായിരുന്നു. മറ്റൊരു കപ്പലിനെ ആക്രമിക്കുന്ന സമയത്ത് മാത്രമാണ് തടവുകാർക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ലാതിരുന്നത്. കപ്പലിലെ ജീവനക്കാർക്ക് നൽകുന്ന അതേ ഭക്ഷണം തന്നെ തടവുകാർക്കും നൽകിയിരുന്നു. പിടിക്കപ്പെട്ട തടവുകാരുടെ കൂട്ടത്തിൽ ആ കപ്പലിന്റെ ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ സവിശേഷമായി പരിഗണിച്ചിരുന്നു. കപ്പലിലുണ്ടായിരുന്ന നോർവേ, ബ്രിട്ടീഷ് യുദ്ധത്തടവുകാർ അവിടെ ഒരു കൂട്ടായ്മ തന്നെ നടത്തിയിരുന്നു. അവിടേക്ക് അറ്റ്ലാന്റിസിലെ ക്യാപ്റ്റനും ഉദ്യോഗസ്ഥരും അതിഥികളായി വരുമായിരുന്നു. അവിടെ രാഷ്ട്രീയം ഒഴികെ മറ്റെന്തിനെക്കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. യുദ്ധത്തടവുകാരുടെ എണ്ണം കൂടുമ്പോൾ അവരെയെല്ലാം മറ്റ് ജർമ്മൻ കപ്പലുകളിലേക്ക് മാറ്റിയയക്കുമായിരുന്നു. ആ സമയത്ത് ക്യാപ്റ്റൻ റോഗെ അവർക്കായി ഒരു യാത്രയയപ്പ് ചടങ്ങ് പോലും സംഘടിപ്പിച്ചിരുന്നു. 1941 വേനൽക്കാലത്ത് അറ്റ്ലാന്റിസിന് മറ്റ് കപ്പലുകളൊന്നും ലഭിച്ചില്ല. പിന്നീട് നവംബർ ആയപ്പോഴേക്കും 48 മണിക്കൂറിനുള്ളിൽ 3 കപ്പലുകൾ റോഗയുടെ ആക്രമണത്തിനിരയായി. നോർവേ രാജ്യത്തിന്റെ ഓലെ ജാക്കോബ് എന്ന ഇന്ധനം നിറച്ച കപ്പൽ ഇത്തരത്തിൽ പിടിക്കപ്പെട്ടു. ആ കപ്പലിൽ നിറയെ പെട്രോളായിരുന്നതുകൊണ്ട് യാതൊരു പ്രതിഷേധവും കൂടാതെ അവർ കീഴടങ്ങി. ഇതേപോലെ ബ്രിട്ടീഷ് കപ്പലായ ടെഡിയും എണ്ണ കൊണ്ടുപോകുകയായിരുന്നു. ഈ കപ്പലുകളിലെ ജീവനക്കാരെയെല്ലാം അവിടെ നിന്നും അറ്റ്ലാന്റിസിലേക്ക് മാറ്റിയ ശേഷം ആ 2 കപ്പലുകൾക്കും ഷെൽ ഉപയോഗിച്ച് തീയിട്ടു. അതിൽ നിന്നുണ്ടായ അഗ്നിജ്വാലകളും പുകയും അനേകം മൈലുകൾ അകലെ വരെ കാണാമായിരുന്നു. ബ്രിട്ടീഷ് കപ്പലായ ഓട്ടോമെഡൻ കീഴടങ്ങിയപ്പോൾ അതിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിരുന്ന അതീവ രഹസ്യരേഖകൾ ജർമ്മൻകാർ കൈക്കലാക്കി. ക്യാപ്റ്റൻ റോഗെ തന്റെ കപ്പലിലെ ജീവനക്കാരെയെല്ലാം വളരെ വിവേകത്തോടെയാണ് നോക്കിയിരുന്നത്. മറ്റ് കപ്പലുകളെ ആക്രമിക്കുമ്പോൾ അവ മുക്കുന്നതിനു മുമ്പ് അതിലുള്ളതെല്ലാം അവർ കൊള്ളയടിക്കുമായിരുന്നു. ആ കൊള്ളയിൽ കിട്ടുന്ന ഭക്ഷണം, ചോക്ലേറ്റ്, മദ്യം എന്നിവയെല്ലാം എല്ലാവർക്കുമായി തുല്യമായി വീതിച്ചു നൽകിയിരുന്നു. കൂടാതെ സാധാരണ സമയങ്ങളിൽ നാവികർക്ക് നൽകുന്നതുപോലെ ഇടയ്ക്കിടെ അവധിയും നൽകാറുണ്ടായിരുന്നു. ആ സമയത്ത് അവർക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാമായിരുന്നു. പുസ്തകം വായിക്കുന്നതു മുതൽ വസ്ത്രം തുന്നുന്നതുവരെ എന്തു ചെയ്തും അവർക്ക് അവധി ആഘോഷിക്കാമായിരുന്നു. ചിലർ വെറുതെ ഉറങ്ങി സമയം കളയുമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ വിശ്രമം നൽകുന്നത് ജോലി ചെയ്യാൻ നാവികർക്ക് അസാധാരണമായ ആവേശം നൽകിയിരുന്നു. 1941 എന്ന വർഷം അറ്റ്ലാന്റിസ് കപ്പലിന് അത്ര അനുകൂലമായിരുന്നില്ല. അനേകം മാസങ്ങളോളം അവർക്ക് മുക്കാൻ കിട്ടിയത് 2 കപ്പലുകൾ മാത്രമായിരുന്നു. ഈജിപ്ഷ്യൻ കപ്പലായ ജംജം എന്നത് റോഗയുടെ വലയിൽ കുടുങ്ങി. അതിൽ 115 അമേരിക്കൻ പാതിരിമാരും 309 യാത്രക്കാരുമുണ്ടായിരുന്നു. എല്ലാവരെയും സുരക്ഷിതമായി അറ്റ്ലാന്റിസ് കപ്പലിലേക്ക് മാറ്റിയ ശേഷം ആ കപ്പൽ മുക്കിക്കളഞ്ഞു.
തൊട്ടടുത്ത ദിവസം തന്നെ ആ വഴി വന്ന ഡ്രസ്റ്റൺ എന്ന ജർമ്മൻ കപ്പലിൽ ഇവരെ കയറ്റി തീരത്തെത്തിച്ചു. അറ്റ്ലാന്റിസ് കപ്പൽ വരുത്തിവെച്ച നഷ്ടത്തേക്കാൾ ഉപരിയായി അതുണ്ടാക്കിയ ഭീതിയായിരുന്നു സഖ്യകക്ഷികൾക്ക് വലിയ തലവേദനയായത്. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയമായതിനാൽ ബ്രിട്ടന് തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ മറ്റ് ഇടങ്ങളിൽ ആവശ്യമുണ്ടായിരുന്നു. എങ്കിലും അറ്റ്ലാന്റിസ് ഉയർത്തിയ ഭീഷണി നേരിടാൻ മാത്രം അവർക്ക് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കേണ്ടിവന്നു. അറ്റ്ലാന്റിസിന്റെ ഗറില്ല യുദ്ധമുറ ഭയന്ന് വ്യാപാര കപ്പലുകൾ ദൂരെയുള്ള ചുറ്റുവഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ഇത് തപാൽ നീക്കങ്ങളെ സാരമായി ബാധിച്ചു. നാവികർ അപകടകരമായ മേഖലകളിലൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ ശമ്പളം ആവശ്യപ്പെടാനും തുടങ്ങി. ആ വർഷത്തെ വേനൽക്കാലം മുഴുവൻ അറ്റ്ലാന്റിസ് ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലക്ഷ്യമില്ലാതെ ചുറ്റിത്തിരിഞ്ഞു. സെപ്റ്റംബർ 10-ന് നോർവേയുടെ സിൽവപ്ലാന എന്ന കപ്പലിനെയാണ് അറ്റ്ലാന്റിസ് അവസാനമായി മുക്കിയത്. നവംബർ 22-ന് അറ്റ്ലാന്റിസിലെ സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെട്ടു. അടുത്ത ദിവസം ഇന്ധനം നിറയ്ക്കാനായി ഒരു ജർമ്മൻ സബ്മറൈൻ വരാനിരിക്കുകയായിരുന്നു. ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് അറ്റ്ലാന്റിസ് തീർത്തും അശക്തമായിരിക്കും. ശത്രുക്കൾ ആക്രമിച്ചാൽ പ്രതിരോധിക്കാൻ കഴിയില്ല. അത്തരം സന്ദർഭങ്ങളിൽ വിമാനം ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി ശത്രുക്കപ്പലുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തണമായിരുന്നു. എന്നാൽ കൃത്യം ആ സമയത്താണ് വിമാനം തകരാറിലായത്. പിറ്റേന്ന് ജർമ്മൻ സബ്മറൈനെത്തി. കടലിന് നടുവിൽ പൈപ്പുകൾ വഴി ഇന്ധനം മാറ്റുന്നതിനിടെ അറ്റ്ലാന്റിസിന്റെ ഒരു എഞ്ചിൻ അറ്റകുറ്റപ്പണികൾക്കായി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ റോഗെ സബ്മറൈൻ ക്യാപ്റ്റനൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ദൂരെ ഒരു കപ്പലിന്റെ പുകക്കുഴൽ കാണപ്പെട്ടു. അത് ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ ഡെവോൺഷെയർ ആയിരുന്നു. ക്യാപ്റ്റൻ R.D. ഒലിവർ ആയിരുന്നു അതിന്റെ കമാൻഡർ. യുദ്ധക്കപ്പൽ കണ്ട ഉടനെ ജർമ്മൻ സബ്മറൈൻ പൈപ്പുകൾ വലിച്ച് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു. ഡെക്കിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന റോഗെ ആശങ്കയിലായി. ഒപ്പമുണ്ടായിരുന്ന സബ്മറൈനെ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ കണ്ടിട്ടുണ്ടാകുമോ എന്നതായിരുന്നു അയാളുടെ ഭയം. കടലിൽ ഒഴുകിപ്പരന്ന ഇന്ധനം കാരണം അറ്റ്ലാന്റിസിനെ ആരും സംശയിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ അറ്റ്ലാന്റിസ് നിസ്സഹായാവസ്ഥയിൽ ഒരു ഡിസ്ട്രോയറിന്റെ പിടിയിലായി കഴിഞ്ഞു. അതിനു മുന്നിൽ ഇനി ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. കള്ളം പറഞ്ഞ് എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കുക. ആ കപ്പലിനെ സമുദ്രത്തിനടിയിൽ ഒളിച്ചിരിക്കുന്ന സബ്മറൈനിന്റെ ടോർപിഡോ റേഞ്ചിലേക്കെത്തിക്കുക. സബ്മറൈൻ ടോർപിഡോ തൊടുക്കുന്നതുവരെ കാത്തിരിക്കുക എന്നതായിരുന്നു ആ പ്ലാൻ. ക്യാപ്റ്റൻ ഒലിവർ ഈ കപ്പലിന്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് സംശയം തോന്നിയിരുന്നു. തന്റെ പക്കലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ സമുദ്രത്തിൽ കറങ്ങിനടക്കുന്ന ആ നിഗൂഢ കപ്പലുമായി ഇതിന് വലിയ സാമ്യമുള്ളതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ ചുറ്റും എണ്ണ പരത്തിക്കൊണ്ട് ഈ കപ്പൽ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ടുതന്നെ അതിന്റെ വെടിയുണ്ടകളുടെയും ടോർപിഡോകളുടെയും പരിധിയിൽപ്പെടാതെ ദൂരെ മാറി നിന്നുകൊണ്ട് റേഡിയോ വഴി അറ്റ്ലാന്റിസിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. തന്റെ കപ്പലിന്റെ പേര് പോളിഫീമസ് എന്നാണെന്ന് റോഗെ മറുപടി നൽകി. ക്യാപ്റ്റൻ ഒലിവർ ഉടൻ തന്നെ ദക്ഷിണ അറ്റ്ലാന്റിക് കമാൻഡർ ഇൻ ചീഫിന് റേഡിയോ സന്ദേശമയച്ചു. ഇത് ശരിക്കും പോളിഫീമസ് എന്ന കപ്പൽ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെട്ടു. കമാൻഡർ ഇൻ ചീഫിൽ നിന്നുള്ള മറുപടി വൈകി. റോഗ് കള്ളവിവരങ്ങൾ നൽകിക്കൊണ്ട് 1 മണിക്കൂർ സമയം പാഴാക്കി. ഈ സമയത്തിനുള്ളിൽ കടലിനടിയിലുള്ള അന്തർവാഹിനി സബ്മറീൻ എങ്ങനെയെങ്കിലും അടുത്തെത്തി ഡിസ്ട്രോയറിന് നേരെ ടോർപിഡോ തൊടുത്ത് തകർക്കുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ആ അന്തർവാഹിനിയുടെ ക്യാപ്റ്റൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ അന്തർവാഹിനി അറ്റ്ലാന്റിസിന് താഴെ ഒളിച്ചിരുന്നുവെന്നല്ലാതെ ആക്രമണത്തിന് മുതിർന്നില്ല. 1 മണിക്കൂറിന് ശേഷം കമാൻഡർ ഇൻ ചീഫിൽ നിന്ന് ക്യാപ്റ്റൻ ഒലിവറിന് സന്ദേശം ലഭിച്ചു. അത് ആ കപ്പലല്ല എന്നു മാത്രമായിരുന്നു ആ സന്ദേശം. 1 മിനിറ്റിനു ശേഷം ഡെവോൺഷെയറിലെ പീരങ്കികൾ ഗർജിച്ച് വെടിയുതിർത്തു. അടുത്ത വെടിയുണ്ട ഉതിർക്കുന്നതിനു മുൻപ് 10 മിനിറ്റിനുള്ളിൽ പൊട്ടിത്തെറിക്കുന്ന വിധത്തിൽ ടൈം ബോംബുകൾ വെച്ച് കപ്പൽ ഉപേക്ഷിച്ച് ബോട്ടുകളിലേക്ക് മാറാൻ റോഗ് കപ്പലിലെ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ഡെവോൺഷെയറിൽ നിന്നുള്ള വെടിയുണ്ടകൾ അറ്റ്ലാന്റിസ് കപ്പലിൽ പതിച്ചാൽ അതിനുള്ളിലെ സ്ഫോടകവസ്തുക്കളെല്ലാം പൊട്ടിത്തെറിച്ച് ആരും രക്ഷപ്പെടില്ല എന്ന് റോഗിനുറപ്പായിരുന്നു. കപ്പലിലെ ജീവനക്കാരെല്ലാം ലൈഫ് ബോട്ടിൽ ദൂരേക്ക് മാറിക്കൊണ്ടിരിക്കെ അറ്റ്ലാന്റിസ് ഭയങ്കരമായ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. അഗ്നിജ്വാലകളിൽ കത്തിയെരിയുന്ന തന്റെ കപ്പലിന് ക്യാപ്റ്റൻ റോഗ് ബോട്ടിലിരുന്നുകൊണ്ട് തന്നെ തന്റെ അവസാന സല്യൂട്ട് നൽകി. അറ്റ്ലാന്റിസിലെ മൈനുകളും സമുദ്രത്തിൽ പടർന്ന എണ്ണയും കാരണം കപ്പലിലെ ജീവനക്കാരെ രക്ഷിക്കാൻ അടുത്തേക്ക് പോകുന്നത് അപകടമാണെന്ന് കരുതി ഡെവൺഷെയർ കപ്പൽ അറ്റ്ലാന്റിസ് മുങ്ങിയ ഉടനെ അവിടെ നിന്ന് മടങ്ങി. ഡെവൺഷെയർ പോയിക്കഴിഞ്ഞ് കുറച്ചു സമയത്തിനു ശേഷം സമുദ്രത്തിനടിയിൽ ഒളിച്ചിരുന്ന ഒരു ജർമ്മൻ അന്തർവാഹിനി യു-ബോട്ട് മുകളിലേക്ക് വന്നു. എന്നാൽ 250ഓളം വരുന്ന ജീവനക്കാർക്ക് ആ അന്തർവാഹിനിയിൽ സ്ഥലമില്ലായിരുന്നു. അതിനാൽ പ്രധാനപ്പെട്ട സാങ്കേതിക വിദഗ്ധരെ മാത്രം ഉള്ളിൽ കയറ്റി ബാക്കിയുള്ളവരെ 6 ലൈഫ് ബോട്ടുകളിലായി ഇരുത്തി. തുടർന്ന് അന്തർവാഹിനി ഈ ബോട്ടുകളെ കയറുകൊണ്ട് കെട്ടി അറ്റ്ലാന്റിസ് സമുദ്രത്തിലൂടെ വലിച്ചുകൊണ്ട് യാത്ര തുടർന്നു. അവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള കരയായ ബ്രസീലിലേക്ക് 1000 മൈൽ ദൂരമുണ്ടായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ബോട്ടുകളെ വലിച്ചുകൊണ്ടുപോയ അന്തർവാഹിനി ഒരു ജർമ്മൻ കപ്പലുമായി സന്ധിച്ചു.
സമുദ്രത്തിൽ പ്രവർത്തിക്കുന്ന ജർമ്മൻ അന്തർവാഹിനികൾക്ക് ഇന്ധനവും ഭക്ഷണവും നൽകുന്ന പൈത്തൺ എന്ന കപ്പലായിരുന്നു അത്. അറ്റ്ലാന്റിസിലെ അഭയാർത്ഥികളെല്ലാം ആ കപ്പലിലേക്ക് മാറി. പക്ഷെ നിർഭാഗ്യവശാൽ 2 ദിവസത്തിനു ശേഷം അവർക്ക് വീണ്ടും പഴയതുപോലെ ബോട്ടുകളിൽ യാത്ര ചെയ്യേണ്ടിവന്നു. ഡോസറ്റ്ഷെയർ എന്ന ബ്രിട്ടീഷ് ഡിസ്ട്രോയർ പൈത്തൺ കപ്പലിനെ നേരിട്ടു. ജർമ്മൻ കപ്പലിനെ തിരിച്ചറിഞ്ഞ ഉടൻ ബ്രിട്ടീഷ് കപ്പൽ ആക്രമണം നടത്തി. പൈത്തൺ കടലിൽ മുങ്ങുകയും അതിലുണ്ടായിരുന്ന അറ്റ്ലാന്റിസ് ജീവനക്കാർ വീണ്ടും ലൈഫ് ബോട്ടുകളിൽ അഭയം തേടുകയും ചെയ്തു. പല ദിവസത്തെ കടൽയാത്രയ്ക്ക് ശേഷം ഒരു ഇറ്റാലിയൻ അന്തർവാഹിനി അവരെ രക്ഷപ്പെടുത്തി ഇറ്റലിയിലെത്തിച്ചു. അവിടെ നിന്ന് ക്യാപ്റ്റൻ റോഗെ എങ്ങനെയോ ബെർലിനിൽ എത്തിച്ചേർന്നു. റോഗെയുടെ ധീരതയെ മാനിച്ച് ജർമ്മൻ സർക്കാർ അദ്ദേഹത്തിന് റിയർ അഡ്മിറൽ പദവി നൽകി ആദരിച്ചു. എന്നാൽ യുദ്ധം തുടർന്നപ്പോൾ റോഗെ ഒരു നാസിവിരുദ്ധനാണെന്ന് മനസ്സിലാക്കിയ സർക്കാർ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. യുദ്ധത്തിനു ശേഷമുള്ള വിചാരണയിൽ റോഗെ മാന്യനായ ഒരു യുദ്ധവീരനാണെന്ന് തെളിയുകയും അദ്ദേഹത്തിന് മാപ്പ് നൽകുകയും ചെയ്തു. റോഗെയുടെ ആക്രമണത്തിനിരയായവർ പോലും സാക്ഷി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ ഏകകണ്ഠമായി പുകഴ്ത്തിയിരുന്നു. ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച ഏകാധിപതി ഹിറ്റ്ലർ. അയാളുടെ സൈന്യത്തിൽ ക്രൂരന്മാർ മാത്രമല്ല, ക്യാപ്റ്റൻ റോഗിനെ പോലെ മാന്യന്മാരായ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു. എന്തിന്? ഹിറ്റ്ലറുടെ വലംകൈ എന്നും ജർമ്മനിയിലെ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ എന്നും അറിയപ്പെട്ടിരുന്ന ഹിംലർ പോലും അവസാനകാലത്ത് ഹിറ്റ്ലറുടെ ഭ്രാന്തമായ തീരുമാനങ്ങളിൽ മനം മടുത്തിരുന്നു. 2ാം ലോകമഹായുദ്ധകാലത്തെ ഇതുപോലെയുള്ള നിരവധി ഉദ്വേഗഭരിതമായ കഥകളുമായി ഞങ്ങൾ വരികയാണ്. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇനി ഏതുതരം കഥകളാണ് വേണ്ടതെന്നും പറയുക. നന്ദി. ജയ് ഹിന്ദ്.